ആരാണ് ഈ ഈഴവർ? ഈ കേരളം മുഴുവൻ ഇന്ന് ഭരിക്കുന്നത് ഈഴവരാണെന്നാണ് അവര് സ്വയം പ്രഖ്യാപിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ആദ്യ കാലഘട്ടങ്ങളിൽ ഈഴവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് റോഡിൽ കൂടെ നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് കുഴുകുത്തി കഞ്ഞി തന്നിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവര് പറയുന്നത് ആലുമുട്ടി ചാന്നാർ ഞങ്ങളുടേതാണ്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഞങ്ങളുടേതാണ്, വാരണപ്പള്ളി ഞങ്ങളുടേതാണ്, ആനേടി ഞങ്ങളുടേതാണ്, ആനസ്ഥാനം ഞങ്ങളുടേതാണ്, അതുപോലെ തന്നെ ചീരപ്പഞ്ചറ ഞങ്ങളുടേതാണ്, ഞങ്ങളൊക്കെ ഈഴവരാണ്. എന്ത് പ്രഹസനമാണ് സജി ഈ പറയുന്നത്. ആദ്യകാലഘട്ടങ്ങളിൽ SNDP രൂപീകരിക്കുന്ന സമയത്ത് ഈ പണിക്കന്മാരും ചാന്നാന്മാരും തണ്ടാർമാരും തുടങ്ങിയിരിക്കുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് പൈസ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാം, ദയവേത് ഇങ്ങോട്ടൊന്നും കയറി വരരുത്. കാരണം ഈഴവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് അയിത്തമുണ്ടായിരുന്നു. ഇന്നും ഈ പറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങൾ ഈഴവരുമായി വിവാഹബന്ധം പോലും നടത്തില്ല എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. അവർ അന്നത്തെ കാലത്ത് പറഞ്ഞത് നിങ്ങൾക്ക് പണം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തരാം. കാരണം ഇവരുടെയൊക്കെ അടിമകളായിട്ട് പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്തിരുന്നവരാണ് ഈഴവർ. അതാണ് അതിന്റെ ചരിത്രപരമായിരിക്കുന്ന യാഥാർത്ഥ്യം. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈഴവരോട്. അവരന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, പണവും പിരിവും ഒക്കെ ഞങ്ങൾ തരാം, ഞങ്ങളെ ഈഴവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്, ഞങ്ങളെ ഈഴവരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അങ്ങനെ പറഞ്ഞു നടന്ന SNDP എന്ന ഈഴവ സംഘടന ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന വീട്ടുകാരുടെയൊക്കെ കുടുംബ പാരമ്പര്യമൊക്കെ എടുത്തു വെച്ചിട്ട് മെയിന് നടിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം മനസ്സിലാക്കുക. നിങ്ങളെയൊക്കെ കൂലിക്ക് വാങ്ങിക്കൊണ്ട് വന്ന അടിമകളാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ മെയിന് നടിക്കരുത്. SNDPക്കാരുടെ നേതാക്കന്മാരായിരിക്കുന്ന തുഷാറും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഈഴവരുടെ ചരിത്രമെന്ന്. കുടിച്ചത്ത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത മറ്റ് സമുദായങ്ങളുടെ മറ്റു കുടുംബക്കാരുടെയൊക്കെ ഈ പാരമ്പര്യം എടുത്ത് ഇങ്ങനെ മേന് നടിക്കുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോ തീയന്മാരുടെ സംസ്കാരം കൂടി എടുക്കുകയാണ്, ഞങ്ങൾ തീയന്മാരാണ്. നാണമുണ്ടോ മനുഷ്യരെ നിങ്ങൾക്ക്? സ്വന്തമായിരിക്കുന്ന അസ്തിത്വത്തിന്മേൽ ജീവിക്കാൻ പഠിക്കുകയെ, മറ്റുള്ളവന്റെ കൊച്ചിന്റെ തന്തയാവാൻ ശ്രമിക്കാതെ സ്വന്തമായിട്ടുള്ള അസ്തിത്വത്തിൽ ജീവിക്കാൻ പഠിക്കുകയെ. അതുപോലെ തന്നെ ബില്ലവർ സമുദായമുണ്ട്, അവരും ഞങ്ങളാണെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലെ പിള്ളമാരുണ്ട്, ഇല്ലത്തു പിള്ളമാർ, അവരും ഞങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി വന്ന് നായന്മാരും ഞങ്ങളാണെന്ന് പറയും. ഇനി വന്ന് ചിലപ്പോൾ ബ്രാഹ്മണന്മാർ പോലും ഞങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നാണം കെട്ട ജീവിതത്തിൽ നിന്നിട്ട് മാറുക, അന്തസ്സോടുകൂടിയിട്ട് ജീവിക്കുക. പാരമ്പര്യമില്ലെങ്കിൽ അങ്ങനെ ജീവിക്കുക, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ജീവിക്കുക. ഇങ്ങനെ രണ്ടും കെട്ടും ജീവിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിക്കൂ ഈഴവ സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.